ഈ ഫുഡ് കമ്മിറ്റിയുടെ സംഘാടകനെ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ ഫുഡ് കമ്മിറ്റി അല്ല, മൊത്തം വിതരണത്തിൻ്റെ കമ്മിറ്റി. ഫുഡ് കമ്മിറ്റി കൺവീനർ ആരാ? ചെയർമാൻ നമ്മുടെ കടമ്പള്ളി സാർ, ചെയർമാൻ ഫുഡ് കമ്മിറ്റി. നമ്മൾ ഈ വിതരണ ഈ ഹാളിലെ മുഴുവൻ ഭക്ഷണം യഥാസമയം ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിൻ്റെ നാടൻ പാട്ട് കലാകാരനാണ്. അപ്പോൾ ഒരുപാട് മാഷന്മാര്, പാർട്ടി പ്രവർത്തകര്, യുവജന സംഘടനകൾ, സ്കൗട്ട് ആൻഡ് ഗെയിംസിൽപ്പെട്ട കുട്ടികൾ അല്ലേ, വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അവര് ഭക്ഷണം കഴിച്ചേ പോകാവൂ എന്ന് നിർബന്ധം. അപ്പോൾ നമ്മളൊന്ന് രുചിച്ചു നോക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല ഞങ്ങളുടെ സേവനത്തെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടേ പോകാം. നമ്മൾ സേവനത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു. ആ സേവനം കാണിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല ഞങ്ങൾ പറയായിരുന്നേ, സാധാരണ ഹോട്ടലിലേക്ക് വന്നാൽ ഈ അകത്തോട്ട് വരരുത് എന്നാണല്ലോ എഴുതുക. അപ്പം പഴയ നമ്പൂതിരി പറഞ്ഞത് അകത്തോട്ട് വരൂ, പുറകുവശത്തോട്ട് പോകൂ, അവിടെയുള്ള നീറ്റ്നെസ് കാണൂ, കാണിച്ചു കൊടുക്കും. അത് കാണിച്ചു തന്നു. അത് നമ്മളിന്ന് രാവിലെ കാണിച്ചു കൊടുത്തു. 3-ാം തീയതി രാത്രി മുതൽ ആരംഭിച്ചു. ഒരു ഈച്ച പോലും സാധാരണ ഇത്രയും ദിവസങ്ങളാകുമ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോലും ഈച്ച വരും. അത്ര നീറ്റ് ആയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ടുണ്ടല്ലോ മാഷേ. അപ്പോൾ നിങ്ങൾ 40,000-ത്തിനടുത്ത് 3 നേരവുമായി ആളുകൾക്ക് ആഹാരം കൊടുക്കുകയാണ്. 40,000 പേർക്ക്. അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ അവരെ സംബന്ധിച്ചേ പറ്റത്തുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, അത് വൃത്തിയായി കൊടുക്കുന്നു, അതിനൊരു മുടക്കവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഗംഭീരമാവട്ടെ, ഉഷാറാവട്ടെ. അതാ ജോബി, നിങ്ങൾ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചില്ല. അതെ, ജോബി വന്നാട്ടെ. ജോബി അതുവഴി വരും. ജോബി കലോത്സവ വേദിയിലെ മിന്നും താരമായിരുന്നു. ഇപ്പോഴും കലോത്സവത്തിന്റെ സംഘാടനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോബി വളരെ ഉഷാറാണ്. ജോബിയെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ. തിരുവനന്തപുരത്തൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ വളരെ മാതൃകയോടുകൂടി കണ്ടൊരു കലാകാരനാണ്. അത്ര മികച്ച പെർഫോമൻസ് ആണ് ജോബിയുടെ ഓരോ വേദിയിലെയും പെർഫോമൻസ് എന്ന് പറയുന്നത്. ജോബി അന്ന് ഞങ്ങളുടെയൊക്കെ ഒരു സുഹൃത്ത് വലയത്തിൽപ്പെട്ട ആൾ കൂടിയാണ്. അപ്പോൾ ജോബി എല്ലാ കാലത്തും ജോബിയെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. വീട്ടിലോട്ട് തിരിച്ചു വരുന്ന പോലെ, നമ്മുടെ ചേട്ടനെ കാണുന്ന പോലെയാണ് ജോബിയെ കാണുമ്പോൾ. തലസ്ഥാനത്ത് വന്ന ജോബി, നമ്മുടെ പ്രസാദ് പ്രദീപ് അല്ലേ, GS, RS എല്ലാവരുമായിട്ടും ഉള്ളൊരു ചങ്ങാത്തം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ സുഖമായിരിക്കുന്നു. കുട്ടികളുടെ ഇടയിൽ ഒരു പഴയ കുട്ടി, ആ പഴയ കുട്ടിയായിട്ട് ജോബി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ജോബി പണ്ട് പഴയടും ഭക്ഷണം കഴിച്ച ഓർമ്മയുണ്ടല്ലോ. ആ രുചി ഇപ്പോഴും മാറിയിട്ടില്ല, നാവിൻ തുമ്പിൽ നിൽക്കുകയാണ്. അത് തന്നെയാണോ ഇപ്പോഴും അറിയാൻ. ജോബി ഇത്തവണ കലോത്സവത്തിന് ആദ്യമായിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? ഞാൻ ഉച്ചയ്ക്ക് വന്നത് ഒന്ന് തട്ടി. അതിനുശേഷം ഒരു ഭക്ഷണം കൂടി. എനിക്ക് തോന്നുന്നു പല മിമിക്രി വേദികളിലും. ഈ മിമിക്രി വേദി പോയായിരുന്നു ജോബി? മിമിക്രി വേദിയിൽ അവിടെ പോകാൻ പറ്റിയില്ല. മിമിക്രി വേദിയിൽ ഏതെങ്കിലും ഐറ്റം കണ്ടിരുന്നു? കണ്ടു നാടകം കണ്ട. അയ്യോ, ചില വേദികളിലൊക്കെ നേരത്തെ ജഡ്ജായിട്ട് പോയിട്ടില്ല. ഏതാണ്ട് 10 വർഷത്തോളം ഞാൻ ജഡ്ജായിട്ട് 10 വർഷമായിട്ട് വിധികർത്താവ് കൂടിയായിരുന്നു ജോബി. അപ്പോൾ നമുക്ക് ഭക്ഷണം കൂടി ആവാം. അപ്പോൾ ഇന്ന് ഉപ്പുമാവും ഒപ്പം ചെറുപയറുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഭക്ഷണവും ആവാം, ഒപ്പം സർഗ്ഗവേദിയുടെ തൊട്ടടുത്തിൽ നമുക്ക് കുറച്ച് കലാപരിപാടിയും ആവാം. അപ്പോൾ പഴയിടത്തിൻ്റെ രുചി നമുക്ക് ആസ്വദിക്കാം. ജോബിയുടെ കലാപ്രകടനമുണ്ട്. അതേപോലെ നമ്മളൊപ്പം സാജൻ മാഷ് അല്ലേ, സാജൻ മാഷിൻ്റെ നാടൻ പാട്ടുണ്ട്. ഇത് സാജൻ മാഷ് ഇവിടുത്തെ ആസ്ഥാന അനൗൺസറാണ്. അപ്പോൾ മാത്രമല്ല നല്ല നാടൻ പാട്ട് കലാകാരനാണ്. അപ്പോൾ നമുക്ക് ഉപ്പുമാവിന്റെ രുചി ആസ്വദിക്കാം അല്ലേ. ഉപ്പുമാവ് വീണു. വീട്ടിൽ കിട്ടുന്ന ഉപ്പുമാവ് ഉപ്പിലിട്ടതായിരിക്കും. അതെ, ഉപ്പുമാവ് കാണുമ്പോൾ ഇത് ഉപ്പുമാവാണോ? ഇന്നും ഉപ്പുമാവാണോ? കടലാക്രമണമാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നല്ല ഒന്നാം തരം തൊട്ടാൽ പൊടിയുന്ന ഉപ്പുമാവാണ് കേട്ടോ. അങ്ങനെ മതി, കുറച്ച് മതി. ഉപ്പുമാവിൻ്റെ കൂടെ നല്ല പരിപ്പ് കറിയാണ് വരാൻ പോകുന്നത്. ഈ വിളമ്പുന്ന ആളുടെ പേര് ഷിഹാബ് അല്ലേ. ഷിഹാബിൻ്റെ പ്രത്യേകത, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്. പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ ഷിഹാബ് അധ്യാപകനാണ്. മികച്ച അധ്യാപകൻ എന്ന് മാത്രമല്ല, അധ്യാപകരെ വാർത്തെടുക്കുന്ന ഒരു സംഘത്തിൻ്റെ തലവൻ കൂടിയാണ് ഇപ്പം അല്ലേ. അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷം പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാൻ കഴിഞ്ഞതിലും ഇന്നത്തെ മിന്നും താരമാണല്ലോ അല്ലേ, സിനിമാ താരത്തെ പോലെ ഞങ്ങളുടെ എല്ലാം അഭിമാനമാണ് അരുൺ സാറ്. വളരെ എത്തുന്ന സമയത്ത് ഷിഹാബിന് ഭയങ്കര ആശങ്കയായിരുന്നു. എന്താവും നന്നായി പഠിച്ച് ഷിഹാബ്. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് സൈക്കിളൊക്കെ ചവിട്ടിയില്ലേ ഒരു കാലമുണ്ട് ഷിഹാബിന്. അതൊക്കെ ഞങ്ങൾ അന്ന് തേയിലക്കച്ചവടം നടത്തിയാണ് ഷിഹാബ് പഠിച്ചത്. ഓർമ്മിക്കുന്നുണ്ടോ? തേയിലക്കച്ചവടം നടത്തി MAക്ക് ഷിഹാബ് പഠിക്കാൻ വരുന്ന കാരോട്ടം ക്യാമ്പസിൻ്റെ ഒരു കാലമുണ്ട്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അന്ന് താമസം. അന്ന് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഗുരുനാഥൻ ഒരാളാണ്, ഡോക്ടർ പ്രഭാഷ് അല്ലേ. അവിടെ നിന്നാണ് അങ്ങോട്ട് ഷിഹാബ് ഇന്നിപ്പോൾ അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന സംഘത്തിൻ്റെ തലവനായിട്ടുള്ളത് അല്ലേ. ഷിഹാബ് അതൊരു വലിയ ഇൻസ്പയറിംഗ് ആണ്. അതെ, അരുൺ സാറ് ഞങ്ങളുടെ എല്ലാം അഭിമാനമാണ്. BAക്ക് MAക്കൊക്കെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. ഞങ്ങളുടെ അധ്യാപകർ തന്നെ പറയുമായിരുന്നു സിവിൽ സർവീസിലെത്തേണ്ട ആളാണ്, ഇവിടുന്ന് അങ്ങ് ഡൽഹിയിൽ പോയി പഠിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ പഴയടത്തിന്റെ ഈ സർവീസിലാണ് അല്ല, ചായ ഫ്രീ. അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാൻ കഴിഞ്ഞതിൽ വളരെ ഇമോഷണൽ ആയ ഒരു മൊമെന്റ് കൂടിയാണത്. താങ്ക് യു ഷിഹാബ്, താങ്ക് യു. അപ്പോൾ ഷിഹാബാണ് നമുക്ക് വിളമ്പിത്തരുന്നത്, അതും ഒരു സന്തോഷം. അപ്പോൾ നമ്മൾ ഭക്ഷണം
നമുക്ക് രുചിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. സംശയമുണ്ടോ? നമ്മളൊക്കെ പഴയത്തിന് മാർക്കിടാൻ പറ്റുമോ അല്ലേ? അതെ അതെ അല്ലേ? സാധാരണ ചെറുപയർ കറി എന്നൊക്കെ പറയുന്ന സമയത്ത് മുഖം വീർപ്പിക്കുന്ന കുട്ടികൾക്ക് പോലും ഈ ഉപ്പുമാവും ഈ ചെറുപയർ കറിയും എന്ന് പറയുന്നത് അത്രമേൽ രുചികരമായിട്ടാണ്. നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഭക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലാണ് ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രുചികരമായ ഭക്ഷണ വിഭവമാണ്. ആ ഭക്ഷണ വിഭവത്തോടൊപ്പം മറ്റു വിശേഷങ്ങളുണ്ട്, മറ്റു വാർത്തകളുണ്ട്. നമുക്കൊരു ചെറിയ ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മുടെ കലാപരിപാടികളും ഉണ്ടാവും. അപ്പോൾ ജോബി, ഭക്ഷണം ഓക്കെയാണ്? ഭക്ഷണത്തിന്റെ റിപ്പോർട്ടർ കറക്റ്റായിട്ട് പറഞ്ഞു അല്ലേ? അപ്പോൾ ജോബി എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? ജീവിതം സുഖകരമായിട്ട് പോകും. ഈ കോവിഡിന് ശേഷം ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കോർഡിനേഷൻ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഞാൻ റിട്ടയർ ചെയ്തു. ഇപ്പൊ റിട്ടയർ ആയിട്ട് ഇറങ്ങിയിരിക്കുക. അതെ അതെ അതെ. സർവീസിലായിരുന്നു ജോബി. KSF-യിലെ സീനിയർ മാനേജറായിട്ട് റിട്ടയർ ാണ് ജോബി റിട്ടയർ ചെയ്തത്. ഇപ്പോൾ ജോബി വിശ്രമ ജീവിതത്തിലാണ്. അപ്പോൾ കലാപരിപാടികൾ ആസ്വദിക്കും. ശ്രമമാണ്. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കും. അതൊക്കെയാണ് ജോബി ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിലൂടെ നമ്മൾ തുടരും. പ്രിയപ്പെട്ട പ്രേക്ഷകരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് തയ്യാറാവുക. ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, നമ്മുടെ ഈ പരിപാടിക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൗട്ട് ആൻഡ് ഗെയിംസിലെ കുട്ടികളുണ്ട്. അവരെ കൂടി നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. എല്ലാ വോളണ്ടിയർമാരും ആ രീതിയിലാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ചെറുപയറും ഉപ്പുമാവും തട്ടിയിട്ട് ഞാൻ തിരിച്ചു വരാം.